الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തും റിസാലത്തും ഏൽപ്പിച്ച് ദഅവത്തിന്റെ ദൗത്യം ഏൽപ്പിച്ച് സജീവമാക്കി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം മനോഹരമായി തന്നെ മക്കയിൽ പൂർത്തിയാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തെ അമാനത്തിനെ പോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ചു. അതായത് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന ആയത്തോടു കൂടി അല്ലാഹുവിന്റെ നബി റസൂലാവുകയാണ്. അന്ന് ഖദീജ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഖദീജ, എന്റെ ഉറക്കപ്പായം മടക്കി വെക്കുക, ഇനി വിശ്രമത്തിന് സമയമില്ല. ഇനി അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കാനും അള്ളാഹുവിലേക്ക് വിളിക്കാനുമുള്ള സമയമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ഓരോ വീടുകളും കയറി, ഓരോ മാർക്കറ്റുകളും ചന്തകളും സന്ദർശിച്ചു. എവിടെ നിന്നെങ്കിലും കഅബാലയത്തെ ലക്ഷ്യമാക്കി ഏതെങ്കിലും ഒരു കൂട്ടം വന്നാൽ അവരോടും പറഞ്ഞു. ഏതെങ്കിലും നാട്ടുകാർ മക്കയിൽ വന്ന് തമ്പടിച്ചിട്ടുണ്ട്, കച്ചവടക്കാരാണെന്നുള്ള വിവരം കിട്ടിയാൽ അവിടെ ചെന്ന് അവരോടും പറഞ്ഞു, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ഈ ഒറ്റ വാക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാനുണ്ടായത് ആദ്യമായി. അന്ന് മക്കത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാഷണം കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബാക്കി നാനാവിധ തെറ്റുകളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. അതിൽ പലിശയുമായി ബന്ധമുള്ളവരുണ്ട്, കള്ള് കുടിക്കുന്നവരും വിൽക്കുന്നവരുമുണ്ട്, അതേപോലെ തന്നെ വ്യഭിചാരികളുണ്ട്, കൊലപാതകികളുണ്ട്, അന്നറിയപ്പെട്ട എല്ലാ തിന്മകളും മുൻപന്തിയിൽ നിൽക്കുന്നവരുണ്ട്. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തിന്മകളൊക്കെ പറയുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അവരോട് പറയാനുണ്ടായ കാര്യം എന്താണ്? ഉലമാക്കൾ എഴുതി, ഏതെങ്കിലും ഒരുത്തൻ
ഉടമസ്ഥനായ അല്ലാഹുവിന്റെ വഹ്ദാനിയത്തെ തിരിച്ചറിയുകയും എന്നിട്ട് അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുകയും സ്നേഹിക്കുകയും അവൻ അടിമപ്പെടുകയും ചെയ്താൽ സ്വമേധയാ ബാക്കി തിന്മകളിൽ നിന്നും അവൻ അവന്റെ നഫ്സിനെ സംരക്ഷിച്ചുകൊള്ളും. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല വിശ്വാസികൾക്ക് ആദ്യമായി ഉണ്ടാവേണ്ട ഇൽമു വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, അടിമ അവന്റെ റബ്ബിനെ അറിയലാണ്. അടിമ അല്ലാഹുവിനെ പേടിക്കുന്നവനാവല, അടിമ അല്ലാഹുവിനെ അറിഞ്ഞ് സ്നേഹിക്കുന്നവനാവല, അടിമ അല്ലാഹുവിന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി അടിമത്തം വിധേയത്വം കാണിക്കുന്നവനാവല. അതോടുകൂടി അവൻ നേരെയായി. പിന്നെ പിശാചിന്റെ കൈകൾക്ക് അവനിൽ സ്ഥാനമില്ല. ഉടമസ്ഥനായ അല്ലാഹുവിനെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ പിശാചിന് പിടുത്തമില്ല. അല്ലാഹു പറഞ്ഞു ശൈത്താനെ സംബന്ധിച്ച് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, അവൻ ജനങ്ങളുടെ ഹൃദയങ്ങളില പിടവുകൾ ഉണ്ടാക്കുക, വസ്വാസ് ഉണ്ടാക്കുക, നഫ്സുകളെയാണ് പിടികൂടുക. അല്ലാഹുവിന്റെ സ്മരണയുള്ള നഫ്സുകൾക്ക് പിശാചിന് അടിമപ്പെടാൻ സാധിക്കൂല. അതുകൊണ്ട് അന്ന് ശൈത്താൻ അല്ലാഹുവോട് പറഞ്ഞു ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിന്റെ അടിമകളിലെ എല്ലാവരെയും പിഴപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. മുൻപിൽ വരും, പിറകിൽ വരും, വലതുഭാഗത്ത് വരും, ഇടതുഭാഗത്ത് വരും. ثم لأغوينهم أجمعين, അവരെ മുഴുവൻ നാം പിഴപ്പിച്ചിരിക്കും. അല്ലാഹുവോടുള്ള വാഗ്ദാനമാണ് ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. പക്ഷെ നിന്നെ അറിയുന്ന, ഇഖ്ലാസോട് കൂടി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിന്നെ തിരിച്ചറിഞ്ഞ നിന്റെ അടിമകൾ ഒഴികെ അവരെ തൊടാൻ എനിക്ക് സാധിക്കൂല. അതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഫാറൂഖിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത്, ഏ ഉമർ, ലൗ സലക ഫജ്ജൻ, മദീനത്തൊരു വഴിയിൽ നീ പ്രവേശിച്ചാൽ അതിന്റെ മറുഭാഗത്ത് പിശാച് പ്രവേശിക്കുകയും ചെയ്താൽ നിന്നെ കണ്ട ശൈത്താൻ ലസലക ഫജ്ജൻ ഗൈറ ഫജ്ജിക്, നിന്റെ വഴി വിട്ട് വേറെ വഴി തേടി ഓടും, നിന്നെ പേടിച്ചിട്ട്. കാരണം ഉമർ അല്ലാഹു അറിഞ്ഞ ആളാണ്. അവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ പറഞ്ഞത് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ് ശരിയാക്കാൻ എന്ന് പറഞ്ഞാൽ അടിമയും ഉടമയും തമ്മിലുള്ള കരാറിനെ പൂർത്തിയാക്കാൻ. അതിൽ ലംഘനം വന്നൂടാ, അതിന് പിഴവുകൾ സംഭവിച്ചുകൂടാ. ലവലേശം കടുകുമണിയോളം തൂക്കം കലിമത്ത് തൗഹീദിൽ ഒരു വിശ്വാസിക്ക് പിഴവ് സംഭവിച്ചാൽ വല്ലാഹി സത്യം, പിശാച് അവരെ പിടിച്ചു മുറുക്കിയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജദ്ദിദു ഈമാനകും, നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഏത് വാക്ക് വെച്ചിട്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, വഹ്ദാനിയത്തിന്റെ വാക്ക് വെച്ചിട്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ജനങ്ങളോട് ആദ്യം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ സമുദായമായി തെരഞ്ഞെടുത്ത എനിക്കും നിങ്ങൾക്കും ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജോലിയാണ്. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരാവണം വിശ്വാസികൾ? അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മ ഉപദേശിക്കുന്നവനാവണം, തിന്മ തടയുന്നവനാവണം. ഉപദേശിക്കപ്പെടേണ്ടുന്ന നന്മകളിൽ ഏറ്റവും ആദ്യത്തെ നന്മ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിരോധിക്കപ്പെടേണ്ട മുൻകറുകളിൽ, വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ ആദ്യത്തേത് അശ്ശിർക്കു ബില്ലാഹ്. അത് ഈ ഉമ്മത്ത് ചെയ്യേണ്ട ജോലിയാണ്. ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്ന ഒരാളെ കണ്ടിട്ട് അയാളോട് വഹ്ദാനിയത്തിന്റെ പ്രകാശം നൽകാത്തവനെ സംബന്ധിച്ച് ഉടമസ്ഥനായ റബ്ബിന് ഖുർആനിൽ ആക്ഷേപമുണ്ട്. അല്ലാഹു കാക്കട്ടെ. എന്നിട്ട് അവർ നന്മകളിൽ മത്സരിക്കുന്നവരും ധൃതി കാണിക്കുന്നവരുമായിരിക്കും. അവരാണ് എന്റെ അടിമകളിൽ സജ്ജനങ്ങളിൽപ്പെട്ടവർ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹ്ദാനിയത്തിന്റെ പ്രബോധനം തുടങ്ങലോടെ എതിർപ്പുകൾ ആരംഭിക്കലായി. തൊട്ട് മുമ്പത്തെ ദിവസം വരെ മക്കക്കാർക്ക് അൽ അമീന, സുദ്ദീഖ,
ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇത് പറയലോടെ മക്കാനിവാസികളുടെ മനസ്സ് മാറി, നാവെന്ന് വരുന്ന വാക്കുകളും മാറി. ഇന്നും അങ്ങനെ. ചരിത്രം പഠിക്കാൻ വേണ്ടി ഉലമാക്കൾ നിർദ്ദേശിച്ച ഇതിനു വേണ്ടിയിട്ടാണ്. താരീഖ് അറിയാൻ, വൽ അസ്ർ, കാലഘട്ടം തന്നെയാണ് സത്യം. കാലഘട്ടത്തിലെ എന്ത് ഇബ്നു കസീർ റഹ്മഹുല്ലാ എഴുതി, മാറി മറിയുന്ന ഖൈറിന്റെയും ഷർറിന്റെയും താരീഖുകളാണ് സത്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ലോകത്തെ അത്ഹറുൻ നാസ്, ജനങ്ങളിലെ ഏറ്റവും ഉത്കൃഷ്ടൻ, ഏറ്റവും വലിയ പരിശുദ്ധൻ, ഏറ്റവും വലിയ സത്യസന്ധൻ, ഏറ്റവും വലിയ വിശ്വസ്തൻ, അങ്ങനത്തെ ഒരാളോട് സ്വന്തം നാട്ടുകാരും കുടുംബക്കാരും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ച ഞാനും നിങ്ങളും അനുഭവിച്ചേ പറ്റൂ. പക്ഷെ നമ്മൾ ഒരു ചെറിയ വാക്ക് എതിർത്ത് കേൾക്കുമ്പോഴേക്കും പേടിച്ച് വരണ്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് മാളത്തിൽ ഒളിക്കലായി. അത് മുഅ്മിന് പറഞ്ഞല്ല. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലത്തെ തിരിച്ച് വിരൽ ചൂണ്ടപ്പെടാൻ കഴിയാത്ത ഒരാള് ആക്ഷേപത്തിന് അർഹനായെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വഹ്ദാനിയത്തിന് വേണ്ടി നാം ആക്ഷേപിക്കപ്പെട്ടിരിക്കും, യാതൊരു സംശയമില്ല. അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയ, സ്വന്തം ബാപ്പാന്റെ ജ്യേഷ്ഠൻ, അതെല്ലാവർക്കും അറിയാം. മക്കത്ത് അബൂലഹബിൽ കുറച്ച് സ്ഥാനവും വിലയും ഒക്കെ ഉള്ള ആളും കൂടിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്കാവയിലോ ദുൽമജാസിലോ ചെന്ന്, ചന്തകളിൽ ചെന്ന് പാറക്കെട്ടിന്റെ മുകളിൽ കയറി അയ്യുഹന്നാസ്, ജനങ്ങളെ വരൂ, വിളിച്ചതാ മുഹമ്മദാ, എല്ലാവരും ഓടിക്കൂടും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയില്ല, ഒറ്റ വാക്ക്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, അത് അംഗീകരിക്ക്, നിങ്ങൾക്ക് ജയിക്കാം, എന്നിട്ട് ഇറങ്ങിപ്പോകും. ഉടനെ അബൂലഹബ് പിറകിൽ വരും, അതേ പാറപ്പുറത്ത് കയറും. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയും, അല്ലാഹുവിന്റെ റസൂൽ കണ്ണെത്താ ദൂരത്തുണ്ട്, ഏ ജനങ്ങളെ, ഇന്നഹു മജ്നൂനുൻ കാദിബുൻ സാബിർ, ഈ പറഞ്ഞു പോയ ആള് ഭ്രാന്തനാ, കള്ളനാ, പുതിയ മതക്കാരനാ, എന്റെ അനുജന്റെ മോനാ, എന്നെക്കാളും നിങ്ങൾക്ക് അറിയുന്നില്ലല്ലോ. ഞാൻ പറയട്ടെ, ആ ഭ്രാന്തന്റെ വാക്ക് നമ്മൾ സ്വീകരിച്ചിട്ടില്ല, പിന്നെ നിങ്ങൾ എന്തിനാ സ്വീകരിക്കുന്നത്? റസൂലുള്ളാഹി തങ്ങളുടെ മനസ്സ് പൊട്ടും. കാരണം മൂത്താപ്പയ ആ വാക്ക് പറയുന്നത്. കൂടിയിരുന്ന റസൂലുള്ളാഹിന്റെ വാക്കുകൾ ശ്രമിച്ച പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞു അത്രേ, ഓ ആ പറഞ്ഞാലുടെ മൂത്താപ്പാക്ക് ഈ വാദമാണെങ്കിൽ പിന്നെ നമ്മളെന്തിനാ ഇത് സ്വീകരിക്കുന്നത്? ഉടമസ്ഥനായ റബ്ബ് കടുകടുത്ത നിലപാട് അബൂലഹബിന്റെ വിഷയത്തിൽ സ്വീകരിച്ചു. അതൊരു പാഠമാണ്. വഹ്ദാനിയത്തിനെതിരെ, ഹക്കിനെതിരെ ഒരു ചെറുവിരൽ കൊണ്ട് പോലും നാം ഒരുപക്ഷെ നിന്നാൽ ഉടമസ്ഥന്റെ താക്കീത് വളരെ കടുപ്പമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മജ്നൂനാണ് എന്ന ഒരു വർത്തമാനം മക്കത്ത് തുടങ്ങേണ്ട താമസം അർശിന്റെ അപ്പുറത്ത്, ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അള്ളാഹു ജിബ്രീലിനെ നിയോഗിച്ചു. ജിബ്രീൽ ഓതിക്കൊടുക്കേണ്ട നബിക്ക് വമാ സാഹിബുകും ബിമജ്നൂൻ, അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ പറയും പോലെ നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ സാഹിബായ പ്രവാചകൻ ഭ്രാന്തനല്ല, അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഒരു സമാധാനാവും. നാട്ടുകാർ ഭ്രാന്തെന്ന് വിളിച്ചാലും അള്ളാഹു അങ്ങനെല്ലാം ആയത്തിറക്കിയിട്ട് പറഞ്ഞപ്പോൾ ഒരാശ്വാസമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും തുടങ്ങും പ്രബോധനം. വെച്ച കാലിൽ പിറകോട്ട് വെക്കൂല. അടികൊ കാർക്കിച്ച് തുപ്പി അബൂലഹബിന്റെ മൂത്ത മകൻ അല്ലാഹുവിന്റെ റസൂൽ സഹിച്ചു. ദാറുൽ ദുവയിൽ നിന്നും വിളിച്ചു പറഞ്ഞു ഖുറൈശികൾ, മുഹമ്മദിന്റെ വാക്ക് കേട്ടു പോകണ്ട, മുഹമ്മദ് വെറുമൊരു കവിയാ, എവിടുന്നോ കവിത പഠിച്ചു വന്നിട്ട് പാടുന്നതാണ്. ആകാശത്തിൽ നിന്ന് ജിബ്രീൽ വന്നു, വമാ ഹുവ ബിഖൗലി ശാഇർ, നിങ്ങൾ അങ്ങനെ തള്ളൊന്നും വേണ്ട, ഇത് കവിതയൊന്നും കവിയൊന്നുമല്ല. അപ്പാരോ പറഞ്ഞു, കവിയല്ലെങ്കിൽ പിന്നെ ജോത്സ്യനായിരിക്കും. ജിന്നികളോ മറ്റോ വന്ന് ചെവിയിൽ കോഴി കുറുകും പോലെ കുറുകിക്കൊടുത്ത് മുഹമ്മദ് വെറുതെ പറയുന്ന വർത്തമാനമാണ്, അല്ലാണ്ട് ഇതൊന്നുമില്ല. ഉടനായത്ത് വന്നു, കാഹിനുമല്ല, എന്റെ റസൂലാണ്, ജോത്സ്യനൊന്നുമല്ല, ഞാൻ നിയോഗിച്ച പ്രവാചകനാ. ആ പറയുന്നത്
തൻസീലും മിർ റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തിന്റെയും റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ട ഖുർആനാണ്. അതിന് സംശയിക്കൊന്നും വേണ്ട. അബൂജഹൽ അടക്കമുള്ളവർ വിളിച്ചു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഏതോ മലമുകളിൽ നിന്ന് കിട്ടി എന്ന് പറയുന്നത് ഹിറായിൽ നിന്ന്. ആ മലമുകളിൽ ചെന്ന് മുഹമ്മദ് ആരോടോ സംസാരിച്ചു പഠിച്ച് വന്നിട്ട് വിളമ്പുന്നതാണ്. ഉടൻ വന്നു ജിബ്രീൽ, അല്ലമഹു ശദീദുൽ ഖുവാ. ആരും പഠിപ്പിച്ചല്ല, ജിബ്രീലാ വന്നിട്ട് പഠിപ്പിച്ചോടുത്ത്. അങ്ങനെ നിങ്ങൾ എന്റെ പ്രവാചകനെ കൊച്ചാക്കാൻ നിൽക്കണ്ട. മറുപടിക്ക് മറുപടിയായി ഉടമസ്ഥനായ റബ്ബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ സഹായത്തോടെ പ്രബോധനത്തിന്റെ പാതയിൽ ഉറച്ചു നിന്നു. കൂട്ടത്തിൽ ഖുറൈശികളിൽ പ്രായം ചെന്ന ഒരാൾ, ഖാലിദ് ഇബ്നുൽ വലീദിന്റെ പിതാവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കാൻ ദാറുൻ നദവയിൽ ഖുറൈശികളെ വട്ടം കൂട്ടി. നമുക്കൊരു പാഠമുണ്ട്. ഹക്ക് ബോധ്യപ്പെട്ടാൽ നിൽക്കേണ്ടത് ഹക്കിന്റെ കൂടെയാണ്. ഹക്കും ബാത്തിലും തിരിച്ചറിയാതെ വന്നു. അവസാനം തെളിവുകൾ സഹിതം ഹക്ക് ബോധ്യപ്പെട്ടാൽ ചിലപ്പോൾ മനസ്സ് സമ്മതിച്ചു എന്ന് വരൂല, ചിലപ്പോൾ സാഹചര്യം സമ്മതിച്ചു എന്നും വരൂല. ഏതുപോലെ വലീദ് ഇബ്നുൽ മുഗീറ എന്ന ഖാലിദിന്റെ ബാപ്പാനെ സമ്മതിക്കാത്ത പോലെ അങ്ങനെ ചില മനുഷ്യന്മാരുണ്ടാവും. ഏത് വിഷയത്തിലും, അത് ആദർശപരമാവട്ടെ കർമ്മപരമാവട്ടെ ഏതും ആവട്ടെ, ഹക്കുണ്ടാവും ബാത്തിലും ഉണ്ടാവും. ഹക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ വലീദിനെ പോലെ ആവണ്ട എന്നൊരു പാഠം ഇതിലുണ്ട്. അന്നെന്താ പറഞ്ഞറിയോ? നബിയെ, എന്നെ വിട്ടേക്ക്, എന്നെ ഓനെയും വിട്ടേക്ക്, എന്നെ നിങ്ങൾ വിട്ടേ. വമൻ, ഒരുത്തനെയും ഖലഖതു വഹീദ, ഞാൻ ഒറ്റക്ക് സൃഷ്ടിച്ചൊരുത്തൻ. ഐ വലീദ് ഇബ്നുൽ മുഗീറ, വയസ്സിൽ എന്ന ആളാണ്. ദാറുൻ നദവയിൽ ഖുറൈശികൾ യോഗം കൂട്ടിട്ട് പറഞ്ഞു, ആൾക്കാരൊക്കെ കേറിക്കൊണ്ടിരിക്കുകയാണല്ലോ, മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, എന്തൊരു വഴി. വലീദ് ഇബ്നുൽ മുഗീറ പ്രായം ചെന്ന ആൾ നേതാവുവാൻ, നിങ്ങളൊരു കാര്യം പറ. ഇന്നഹു ഫക്കറ വഖദ്ദർ, ഒരു ചിന്തിക്കാൻ തുടങ്ങി. ഒരുപാട് ചിന്തിച്ചതിന് ശേഷം വലീദ് ഇബ്നുൽ മുഗീറ പറഞ്ഞു, മുഹമ്മദ് സാഹിറ, മാരണക്കാരനാണ്. അബൂജഹൽ പറഞ്ഞു, മക്കക്കാർക്ക് ആർക്കെങ്കിലും മുഹമ്മദിന്റെ വിഷയത്തിൽ സിഹറുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും പരിചയമുണ്ടോ? സിഹറു വല്ല മുഹമ്മദ് ചെയ്തിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ജനങ്ങൾ വിശ്വസിക്കൂല. പിന്നെയും വലീദ് നശിക്കട്ടെ, അവൻ എങ്ങനെ സ്വയം ഒരു തീരുമാനമെടുത്തു എന്റെ കലാമിന്റെ വിഷയത്തിൽ, ഞാൻ ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിന്റെ വിഷയത്തിൽ. അവന് ഞാൻ കൊടുത്ത ബുദ്ധി കൊണ്ട് ചിന്തിച്ച് എന്തോ കാര്യം മനസ്സിലാക്കി എന്തേ വലീദ് പറയാൻ തയ്യാറായത്. എങ്ങനെയാ തീരുമാനം എടുത്ത്? വലീദ് പറഞ്ഞു, മുഹമ്മദ് ഷാഇറാണ്. അബൂജഹൽ ചോദിച്ചു, എപ്പോഴെങ്കിലും കവിതയോ മറ്റോ പാടുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അതാരും വിശ്വസിക്കൂല. എന്നാ പിന്നെ മുഹമ്മദ് കാഹിലാണ്. എന്താ നിങ്ങൾ ജ്യോത്സ്യന്മാരെ പോലെ വല്ല വാക്ക് മുഹമ്മദ് പറയുന്നത് കേട്ടിനോ? ഇല്ല. എന്നാൽ ജനങ്ങൾ വിശ്വസിക്കൂല. ثم نظر ثم عبس وبصر ثم أدبر واستكبر فقال إن هذا إلا سحر يؤثر إن هذا إلا قول البشر. വലീദ് അവസാനം തഴുതപ്പാൻ വേണ്ടി പറഞ്ഞു, ഇത് വെറും സിഹറാണ്, മനുഷ്യന്റെ വാക്കായിട്ട് കണ്ടാ മതി, അങ്ങനെ പറഞ്ഞാ മതി. അടുത്ത വാക്ക്, ഞാൻ വലീദിനെ വെറുതെ വിടില്ല. ചിന്തിച്ച് ഹക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം നിലനിൽപ്പിന് വേണ്ടി നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ആൾക്കാരുടെയും മുമ്പിൽ സ്വന്തത്തെ സംരക്ഷിക്കാനായി ഹക്കിനെ മറച്ചു വെച്ച് എല്ലാ വചനം പ്രസംഗിച്ച വലീദിനെ ഞാൻ വെറുതെ വിടൂല. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഈ ആയത്തുകൾ ഓതി കരയാറുണ്ട്. എന്റെ പിതാവിനെതിരെ പരിശുദ്ധ ഖുർആനിൽ വന്ന ആക്ഷേപത്തിന്റെ വാക്കുകളല്ല ഇത് എന്ന സങ്കടത്തിൽ അല്ലാഹു പറഞ്ഞു, സഉസ്ലീഹി സഖർ, ഞാൻ അവനെ നരകത്തിൽ കരിച്ചു കളയും. സഖറിൽ നബിയെ, വമാ അദ്റാക മാ സഖർ, നിങ്ങൾക്കറിയോ സഖർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? കടുപ്പമുള്ള ചോദ്യമാണ്. അവന്റെ പൊന്നു മുമ്പിലിങ്ങളെ ഹക്കിന്റെ മുമ്പിൽ കണ്ണടക്കണ്ട, ആൾക്കാരെ നോക്കണ്ട, നാട്ടുകാരെ നോക്കണ്ട, ദുനിയാവിന്റെ ഒരു വസ്തുവിനെയും നോക്കണ്ട. സഉസ്ലീഹി സഖർ. വലീദ് അതാ നോക്കിയത്.
വമാ അദ്റാക മാ സഖർ, നബി നിങ്ങൾക്കറിയോ? ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൻ ലിൽബശർ അലൈഹാ 19 സൂറത്തുൽ മുദ്ദസിർ. ഞാൻ വലീദിനെ കരിക്കാൻ തീരുമാനിച്ച നരകത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? ലാ തുബ്ഖി വലാ തദർ, അതിൽ എറിയപ്പെട്ട പിന്നെ ശരീരത്തിന്റെ പൊടി ബാക്കി ഉണ്ടാവില്ല, ഒറ്റ സെക്കൻഡിൽ കരിച്ചു കളയും. ലവാഹത്തുൽ ലിൽബശർ, തൊടികളെ കരിച്ചു കളയുന്ന തീയാൻ. ഒരു റിവായത്തിൽ തലയോട്ടിയവരെ കരിച്ചു കളയുന്ന കഠിനമായ ചൂടുള്ള തീ. മനുഷ്യന്റെ തലയോട് അങ്ങനെയൊന്നും പോകില്ല, മുടി കരിഞ്ഞാലും തലയോട്ടി ബാക്കിയുണ്ടാവും. സഖർ അങ്ങനെയല്ല, തലയോട്ടിയവരെ കരിച്ചു കളയും. അലൈഹാ 19 മലക്കുകളുടെ സാന്നിധ്യത്തിലും സംരക്ഷണത്തിലുമാണ് നാം നരകത്ത് നാം ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. വലീദ് ഇബ്നുൽ മുഗീറക്കെതിരെ ആയത്തിറക്കിയ റബ്ബ് എപ്പോൾ? ഹക്കിന്റെ മുമ്പിൽ കണ്ണടച്ചപ്പോൾ. നമുക്ക് നല്ലല്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അപ്പോഴും ശാരീരിക ഉപദ്രവം ഖുറൈശികളെ ഏൽപ്പിച്ചില്ല. കാരണം ആരുണ്ട്? അബൂ താലിബുണ്ട്, മൂത്താപ്പ. ഖുറൈശികൾ വന്ന് കണ്ടു അബൂ താലിബിനെ. നിങ്ങളെ മോനെ വിളിച്ചിട്ട് പറയണം ഈ വാദം നിർത്താൻ. എന്താ നിങ്ങളെ മോന്റെ ആഗ്രഹം? മക്കത്ത് അധികാരിയാവലോ? നമ്മൾ തരാം. അല്ല വലിയ പണക്കാരനാവലോ? നമ്മുടെ സ്വത്ത് വേണമെങ്കിൽ പകുതി അങ്ങ് തന്നെ മുറിച്ചേരാം. ഇനി അതല്ല മക്കത്ത് ഏതെങ്കിലും നല്ല പെണ്ണിനെ കല്യാണം കഴിക്കലാണോ? ഏറ്റവും നല്ല കുടുംബക്കാരിയെ കുടിയെ കല്യാണം കഴിച്ചേരാം. അബൂ താലിബ് മോനെ വിളിച്ചു, യാ മുഹമ്മദ് യബ്ന അഖി, എൻ്റെ അനിയന്റെ മോനെ മുഹമ്മദേ, ഇങ്ങനെയാണ് എൻ്റെ ആൾക്കാരും നാട്ടുകാരും ഒക്കെ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യണം മോനെ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുത്താപ്പ, വലത്തെ കയ്യിൽ സൂര്യൻ, ഇടത്തെ കയ്യിൽ ചന്ദ്രൻ, എനിക്കവർ പറിച്ചു വെച്ച് തന്നാലും എൻ്റെ റബ്ബ് ഏൽപ്പിച്ച ദൗത്യത്തിന് ഞാൻ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. അബൂ താലിബ് പറഞ്ഞു, മോനെ പോയിക്കോളൂ, നിന്റെ സംരക്ഷണം എൻ്റെ കൈമലാണ്, നിന്നെ ആരും തൊടൂല. അത്ര സ്നേഹിച്ച ആളാണ് അബൂ താലിബ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂത്താപ്പന്റെ വിഷയത്തിൽ കരഞ്ഞു പോയത്. അള്ളാഹുവിനോട് മൂത്താപ്പയ്ക്ക് വേണ്ടി മാപ്പ് ചോദിക്കാനുള്ള അവകാശം അല്ലാഹ് ആയത്തിലൂടെയാണ് നിഷേധിച്ച്. അതിന് ഒന്നാം റസൂൽ ചോദിച്ചല്ലേ, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറൂ ലിൽമുശ്രികീന വലൗ കാനൂ ഉലീ ഖുർബാ. ഏറ്റവും അടുത്ത ബന്ധുവാണെങ്കിലും ശരി, ശിർക്ക് ചെയ്ത് എന്റെ അധികാരത്തിൽ കൈകടത്തിയ കുരുത്തം കെട്ടവന് വേണ്ടി എന്നോട് പാപമോചനം ചോദിക്കാൻ അള്ളാഹുവിന്റെ നബിക്കോ മുഅ്മിനുകൾക്കോ അവകാശമില്ല, ചോദിച്ചു പോകരുത്. അള്ളാഹു ആക്കട്ടെ. തൗഹീദിന്റെ വെളുപ്പൊന്ന് മനസ്സിലാക്കി നോക്കി. അള്ളാഹു തന്ന അനുഗ്രഹത്തിന്റെ തൗഫീഖിന്റെ വില നബിക്ക് പോലും അവകാശമില്ല മുശ്രിക്കിന് വേണ്ടി ദുആ ചെയ്യാൻ, പാപമോചനം തേടാൻ. അബൂ താലിബിന്റെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞില്ലേ, മുത്താപ്പ ഒരിക്കലെങ്കിലും ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൂടെ? ഒറ്റ പ്രാവശ്യം. ആദ്യമൊക്കെ നിരസിച്ചു. ഞങ്ങൾ പറഞ്ഞു, മോനെ നീ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ അന്ന് പറഞ്ഞ ആ വാക്ക് വെച്ചിട്ട് അള്ളാഹിനോട് വാദിച്ചിട്ട് ഞാൻ സ്വർഗം വാങ്ങിച്ചേരും. അത്ര ആഗ്രഹിച്ചു. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി من خير أديان البرية دينا لولا الملامة أو حذار مسبة لوجدتني سمحا بذاك مبينا. മോനെ മുഹമ്മദേ, നീ എന്നോട് പറയുന്ന നിന്റെ തത്വങ്ങള്, ആദർശങ്ങള് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ലതും സത്യവുമാണെന്ന് എനിക്കറിയാം മോനെ. ലൗലൽ മലാമതു ഔ ഹദാരി മസബ്ബത്തിൻ, അഥവാ ഞാനത് അംഗീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ നാട്ടുകാരും ബന്ധുക്കളും കൂട്ടുകാരും എന്നെ ചീത്ത വിളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുമെന്ന പേടി എനിക്കില്ലായിരുന്നുവെങ്കിൽ ലവജത്തനി സംഹം ബിദാക മുബീന, ഞാൻ നിന്റെ ആദർശത്തെ മുറുകെ പിടിക്കുന്നത് കാണാമായിരുന്നു മോനെ. എന്താ പ്രശ്നം? അബൂ താലിബിന് പേടി. നാട്ടുകാർ ചീത്ത വിളിക്കും, ആക്ഷേപിക്കും, മതം മാറി എന്ന് പറയും, വേറെ പാർട്ടി പോയി എന്ന് പറയും. ഉടമസ്ഥനായ അല്ലാഹ് അബൂ താലിബിന്റെ വാക്ക് സഹിച്ചില്ല.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബ് എന്ന മൂത്താപ്പന്റെ തലഭാഗത്തിരിപ്പുണ്ട്. അവിടെ വന്നു ജിബ്രീൽ, അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിക്കാത്ത ആളെ സംബന്ധിച്ച് അതിയായിട്ട് ആഗ്രഹിക്കേണ്ട കാര്യമില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ കൊണ്ട് ഞാൻ കൊടുക്കാനൊന്നും പോകുന്നില്ല. ചോദിക്കാൻ നിൽക്കണ്ട, മാറിപ്പോയിക്കോ. മരണപ്പെട്ടു അബൂ താലിബ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടം ദിവസങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. ആമുൽ ഹുസ്ൻ, ദുഃഖത്തിന്റെ വർഷമെന്ന് താരീഖിന്റെ ഉലമാക്കൾ എഴുതി. കാരണം ഖദീജ അല്ലാഹുവിന്റെ റസൂലിന് ഉല്ലാസമാണ്. ഖുറൈശികളെ ചീത്ത പറയും, ഖുറൈശികളെ ആക്ഷേപിക്കും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവ് കൊണ്ട് വല്ലാതെ ഉപദ്രവിക്കും. പക്ഷെ വീട്ടിൽ ഖദീജന്റെ അടുത്ത് എത്തിയാൽ അത് അല്ലാഹുവിന്റെ റസൂൽ മറക്കും. കാരണം ഖദീജ ഭാര്യയായിരുന്നു. ആരെ പോലെ? ഹവ്വായിനെ പോലെ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എഴുതി, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചു, സ്വർഗ്ഗത്തിൽ പോയി താമസിച്ചോളാൻ പറഞ്ഞു. എന്നാലും ആദമിന് എന്തോ കുറവ്. ഒരിക്കൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അടുത്ത് ഒരു സ്ത്രീ. മലക്കുകൾ ചോദിച്ചു, യാ ആദം മൻ ഹാദി? ആദമ, ഇതാണ് പുതിയ ആള്. മലക്കുകൾ ആദ്യമായിട്ട് കാണുന്ന പെൺ സൃഷ്ടിയെ. ആദം പറഞ്ഞു, ലാ അദ്രി. എന്നിട്ട് ചോദിച്ചു, മൻ അൻതി? നീ ആരാ? ഖാലത്, ഉമ്മ പറഞ്ഞു, അന ഹവ്വാ, ഞാൻ ഹവ്വയാണ്. ഖുലിഖ്തു ലിതസ്കുന ഇലയ്യ, ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് അങ്ങേക്ക് എന്നിലൂടെ ആശ്വാസവും സമാധാനവും കിട്ടാനാണ്. അതാ പെണ്ണിന്റെ ജോലി, അതാ പെണ്ണിന്റെ ജോലി. അതാണ് ഖദീജ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്ത്. വല്ലാണ്ട് മനസ്സ് വേദനിക്കും, സങ്കടപ്പെടും. കുടുംബക്കാരും നാട്ടുകാരും ഭ്രാന്താന്ന് വിളിക്കുമ്പോ ഹബീബായ തങ്ങളെ ഖദീജയുടെ അടുത്തെത്തും. ഖദീജ റളിയല്ലാഹു അൻഹ ലോകത്തെ ഏറ്റവും നല്ല മഹിളാരത്നം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് നല്ല വർത്തമാനവും വാക്കുകളും പറഞ്ഞ് മനസ്സിന്റെ വിഷമങ്ങളെ കഴുകിക്കളയും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ ഗിർതു ലിംറഅത്തിൻ ലിറസൂലില്ലാഹ് മാ ഗിർതു ലിഖദീജ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ ഖദീജയോട് എനിക്ക് അസൂയ വന്ന പോലെ വേറെ ഒരാളും വന്നിട്ടില്ല. അത്ര ആയിഷ ചോദിക്കും, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെ പോലത്തെ ഭാര്യമാർ നിങ്ങൾക്ക് ഉണ്ടല്ലോ, പിന്നെന്തിനാ പല്ലില്ലാത്ത ചുവന്ന മോണ കാട്ടി ചിരിക്കുന്ന ആ ഖുറൈശി വൃദ്ധയെ അങ്ങനെ ഓർക്കുന്നത്? റസൂലുള്ളാഹിന്റെ മുഖം മാറും. ആയിഷ, നിനക്കറിയില്ല ഖദീജനെ. നാട്ടുകാരെ മുഴുവനും തള്ളിപ്പറഞ്ഞപ്പോൾ എന്റെ ഖദീജയെ എന്നെ ആശ്വസിപ്പിച്ചു. ഒന്നുമില്ലാതെ ഫക്കീറായി മിസ്കീനായി ഞാൻ നടന്നപ്പോൾ ഖദീജ മുഴുവൻ സ്വത്തും എനിക്ക് വേണ്ടി ചെലവഴിച്ചു. നിനക്കറിയില്ല, അതുകൊണ്ടാ. ആയിഷ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴെങ്കിലും ആട്ടിനറുത്താൽ ഖദീജ ബീവിന്റെ കൂട്ടുകാരികളെ തെരഞ്ഞുപിടിച്ച് അവരുടെ വീട്ടിലേക്ക് ഇറച്ചി കൊടുത്തയക്കും. അത്ര ഇഷ്ടമായിരുന്നു ആ ഭാര്യനെ. എന്തുകൊണ്ട്? ഭാര്യയായതുകൊണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിലെയും സ്വർഗത്തിലെയും ഏറ്റവും ഉയർന്ന സ്ത്രീകൾ, ഒന്ന് മറിയം ബിൻത് ഇമ്രാൻ, ഈസ നബിയുടെ ഉമ്മ മറിയം. രണ്ട് ആസിയ ഇംറഅത്തു ഫിർഔൻ. മൂന്ന് ഖദീജ ബിൻത് ഖുവൈലിദ്, എന്റെ ഭാര്യ ഖുവൈലിദിന്റെ മകൾ ഖദീജ. സമാധാനിപ്പിക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ മുറ്റത്താണ്. അബൂ താലിബിന്റെ മരണത്തോടു കൂടി ഖുറൈശികളുടെ മട്ടുമാറി. ഇനി ആരുമില്ല, ഉപ്പാനെ കണ്ടിട്ടേ ഇല്ല. ഉപ്പാപ്പ മരിച്ചു, മൂത്താപ്പയും മരണപ്പെട്ടു. കൂടെ ആരും സംരക്ഷിക്കാൻ പറ്റിയ ആരുമില്ല. അബൂലഹബാണെങ്കിൽ കടുത്തെതിരാളിയാണ്. ഖുറൈശി പടകൾ മുഴുവനും റസൂലുള്ളാഹി തങ്ങളെ ശാരീരികമായി പീഡിപ്പിക്കാനുള്ള മനക്കോട്ട കെട്ടാൻ തുടങ്ങി, പ്ലാൻ തയ്യാറാക്കാൻ തുടങ്ങി. അതിന്റെ തുടക്കം എന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ മുറ്റത്ത് നിസ്കരിക്കാൻ വന്നു. അബൂജഹൽ വിളിച്ചു ചോദിച്ചു, ഇന്ന ഗോത്രത്തിന്റെ അറവിശാലയിൽ ചെന്ന് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാനകൾ പേറി അത് മുഹമ്മദിന്റെ കഴുത്തിൽ അണിയിക്കാൻ ആര് തയ്യാറുണ്ട്? താരീഖിന്റെ ഉലമാക്കൾ എഴുതി, ലോകത്തെ ഏറ്റവും വലിയ നിന്ദനും നികൃഷ്ടനുമായ ഉഖബത്ത് ബിൻ അബീ മുഅയ്യത്ത് എഴുന്നേറ്റു. അവരാണ് ഈ ഏറ്റവും വലിയ നികൃഷ്ടർ. റസൂലുള്ളാഹിന്റെ മുതുകത്ത്
കുടൽമാലയിടാൻ തയ്യാറായവൻ അവൻ എഴുന്നേറ്റു. അവൻ പോയി കുടൽമാലകൾ വെടിച്ചു കൊണ്ടുവന്ന് ഹബീബായ തങ്ങളുടെ മുതുകത്തിട്ടു. സുജൂദിൽ കിടക്കുന്ന പ്രവാചകൻ എഴുന്നേക്കാൻ വയ്യ, സഹായിക്കാൻ മക്കത്ത് ആരുമില്ല. ഒറ്റക്ക് നമുക്ക് ഉപ്പയുമ്മയെങ്കിലേ, നമുക്ക് കൂടപ്പിറപ്പുകളില്ലേ, നമുക്ക് ചങ്ങായിമാരില്ലേ, അല്ലാഹു റസൂലിന് ആരുമില്ല. ഒറ്റക്ക് ഫാത്തിമത്തു സഹറാ റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോൾ ഖിതഅതു കബിദി എന്ന് അല്ലാഹു റസൂൽ വെറുതെ പറഞ്ഞല്ല. എൻ്റെ കരളിൻ്റെ കഷണമാണ് ഫാത്തിമ. അലി, നീ എൻ്റെ മോളെ വിഷമിപ്പിക്കരുത്. എൻ്റെ മോള് സങ്കടപ്പെട്ടാൽ അത് എന്നെ സങ്കടപ്പെടുത്തും പോലെയാണ്. അത്ര ഇഷ്ടമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചെല്ലും മോളെ സ്വീകരിക്കാൻ. നെറുകയിൽ ചുംബിക്കും, തോളത്ത് കൈവച്ച് പിടിച്ചു കൊണ്ടുവരും, തൻ്റെ വിരിപ്പിൽ തൻ്റെ കൂടെ ഇരുത്തും. എന്നിട്ട് ചോദിക്കും, മോളെ എന്തേ വരാൻ താമസിച്ചത്? അത്ര ഇഷ്ടമാണ്. ആ മോള് വരും, ഇളം കൈകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ മുതുകത്തിൽ നിന്ന് കുടൽമാലകൾ വലിച്ച് താഴെയിടും. റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേക്കും, ചോദിക്കും, ബാപ്പാന്റെ നാട്ടുകാർ എന്തിനാ ബാപ്പാനെ ഉപദ്രവിക്കുന്നത്? ആ മോക്കറിയില്ല, അന്ന് ചെറിയ പ്രായം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരിച്ചിട്ട് മോളെ കൈയും പിടിച്ചിട്ട് ഖദീജയുടെ വരക്കേക്ക് പോകും. നമ്മുടെ നേതാവ് അതാ മാതൃക. തെറിവിളിക്കാനല്ല മാതൃക, കല്ലെറിയാനല്ല മാതൃക, അടിപിടിയും ലഹളയും കലാപവും ഉണ്ടാക്കാനല്ല മാതൃക. തീർത്തും ന്യായം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഗത്താണ്. റസൂലുള്ളാഹി തങ്ങളെ ഉപദ്രവിച്ചത് ആരുടെയും മനസ്സിനെ മഞ്ഞുമല പോലെ ഉരുക്കിക്കളയുന്ന അതിശ്രേഷ്ഠമായ പുഞ്ചിരി സമ്മാനിച്ച് റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചു പോകും. ആകാശലോകത്ത് ഉടമസ്ഥനായ റബ്ബ് ചിരിക്കും. മലായികത്തുകൾ അല്ലാഹുവിന്റെ റസൂലിന് സ്തുതി പറയും, മംഗളാശംസകൾ പറയും. എന്തുകൊണ്ട്? അതാ നമ്മുടെ റസൂല്. പിന്നെ ആരാ പറഞ്ഞ ബോംബിടാൻ പഠിപ്പിച്ച്? ബഗിട്. ആരാ പറഞ്ഞ തോക്ക് വെക്കാനും പീരങ്കി ഉണ്ടാക്കാനും ബോംബുണ്ടാക്കാനും പഠിപ്പിച്ചത്? ചരിത്രം അറിയാത്തവർ, ഇംഗ്ലീഷുകാരൻ വളച്ചൊടിച്ച ചരിത്രത്തിന്റെ കറുത്ത വരികൾ മാത്രം വായിച്ചവർ, റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രത്തിലൂടെ നേർക്കുനേരെ അറിയാൻ മെനക്കിടാത്തവർ, ആരൊക്കെയോ പിച്ചുമ്പയും പറഞ്ഞപ്പോൾ അത് സത്യമെന്ന് തെറ്റിദ്ധരിച്ച് ലോകത്തെ 1-ാം നമ്പർ മനുഷ്യനെ തെറ്റിദ്ധരിച്ചു പോയവർ. അവർക്ക് അറിയാത്തോണ്ടാണ്. അവർക്ക് മാപ്പ് കൊടുക്കുക, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ ജീവിച്ചിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക. അതേ വഴിയുള്ളൂ. ഫേസ്ബുക്കിലും വാട്സപ്പിലും തെറി വിളിക്കുന്ന യാതൊരു അർത്ഥമില്ല. നാം ഒന്ന് പറഞ്ഞ പോലെ അലാ തഅജബൂൻ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കാൻ, നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? എന്തിനാ നബിയെ? എന്റെ റബ്ബി എന്നെ സംരക്ഷിക്കുന്നത് കണ്ടിട്ട്. സഹാബത്തിന് മനസ്സിലായില്ല. റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അവർ മുദമ്മമനെയാ ചീത്ത വിളിക്കുന്നത്. അവരെന്ത് പറയൂല? മുഹമ്മദ് നബിനെ മുഹമ്മദ് എന്ന് വിളിക്കൂല, മുദമ്മമേന്നാ വിളിക്ക. മുദമ്മമിന്റെ അർത്ഥം ആക്ഷേപിക്കപ്പെട്ടവൻ. മുഹമ്മദ്, ഞാൻ എന്റെ ഉപ്പനിക്ക് വെച്ച പേര് മുഹമ്മദ് എന്നാ. അവർ തെറി വിളിക്കുന്ന മുദമ്മമനെയാണ്. വിട്ടേക്കും കുഴപ്പമൊന്നുമില്ല. എത്ര ഈസിയായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്ന്. മുസ്ലിം ഉമ്മത്തിന്റെ റസൂലിനോടുള്ള സ്നേഹത്തെ, വികാരത്തെ ഇളക്കി വിട്ട് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവന്റെ ശ്രമം നമ്മൾ അറിയണം. അങ്ങനെയല്ല മറുപടി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാ. ശാരീരിക ഉപദ്രവം തുടങ്ങി. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കുടുംബത്തെയും ശുഅബ് അബീ താലിബിന്റെ മലഞ്ചെരുവിൽ 3 വർഷം പൂട്ടിയിട്ടു. ഖുറൈശികൾ 3 കൊല്ലം. എന്ത് തെറ്റ് ചെയ്തിട്ടാ? നമുക്ക് നമ്മളെ മഹല്ല് ജമാഅത്ത് എന്തെങ്കിലും പറയുമ്പോൾ പേടിയായി. കാർണോർ വന്നിട്ട് കണ്ണിലുരുട്ടിയപ്പോൾ പേടിയായി. എന്താ തെറ്റ് ചെയ്ത? തെറ്റെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് നെഞ്ചിലേറ്റിയത്. അല്ലാഹുവിന്റെ റസൂലിനെയും കുടുംബത്തെയും ബനൂ ഹാഷിമിനെ 3 കൊല്ലം 2 മലഞ്ചെരുവിന്റെ ഇടയിൽ. കല്യാണ ബന്ധം പാടില്ല, കച്ചവട ഇടപാടുകൾ പാടില്ല, വർത്തമാനം പാടില്ല, ഒരു വസ്തു കൊടുക്കാൻ പാടില്ല, വെള്ളം പോലും കൊടുക്കാൻ പാടില്ല. ഈ ദീനു വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്നിട്ട് കേൾക്കുന്ന ദീനില്ലേ, ആ ദീനു വേണ്ടിയിട്ടാണ്. സഹാബാക്കൾ പറഞ്ഞു, പിഞ്ചു മക്കള് ഉമ്മാന്റെ മാറിൽ പാല് കിട്ടാണ്ട് നിലവിളിക്കാൻ തുടങ്ങി. ഈ മക്കളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ ഉമ്മമാര് വന്ന് നമ്മുടെ കുപ്പായം പിടിച്ച് വലിച്ചു മറയാൻ തുടങ്ങി. വെള്ളംതാ, ഭക്ഷണം കഴിക്കണം. 3 വർഷക്കാലം ആടുമാടുകൾ കാഷ്ടിക്കുന്നത് പോലെ മലമുകളിൽ കയറി പച്ചലകൾ പറിച്ചു ഭക്ഷിച്ചത് കൊണ്ട്
സഹാബത്തിന് കാക്ഷിക്കേണ്ടി വന്നു. ഇലകൾ പറിച്ച് കരിങ്കലുകൾക്കിടയിൽ അരച്ച് അതിന്റെ നീര് മക്കളുടെ നാവിന്റെ ഉള്ളിൽ തുള്ളിയായി ഇറ്റിച്ചെടുത്തു സഹാബാക്കൾ 3 കൊല്ലം. എന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്. നമുക്കത് സഹിക്കുന്നില്ല, നമുക്കത് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ പിടുത്തം കിട്ടുന്നില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അള്ളാഹു പറഞ്ഞറിയോ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നഹ വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു والذين آمنوا معه متى نصر الله. അല്ലാഹു പറഞ്ഞതാ, അം ഹസിബതും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് വെറുതെ അങ്ങ് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റും? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്ക് വന്നതൊക്കെ നിങ്ങൾക്കും വരാതെ സുഖമായിട്ട് പോകാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. പൊടിച്ച് കുലുക്കപ്പെട്ടു അവർ ദീനു വേണ്ടി. ഹത്താ യഖൂല റസൂൽ, പ്രവാചകൻ പറഞ്ഞുപോയി, വല്ലദീന ആമനൂ മഅ, കൂടെയുള്ള വിശ്വാസികളും ചോദിച്ചു പോയി സഹിക്കവയ്യാതെ, മതാ നസ്റുല്ലാഹ്, ഏ നബിയേ എപ്പോഴാ അല്ലാഹുവിന്റെ സഹായം വരിക? സഹിക്കാൻ പറ്റുന്നില്ല. അത്ര വരെ നമുക്ക് എഴുതില്ല. നമുക്കൊരു വാക്ക് കേട്ടപ്പോൾ പേടിയായി. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിച്ചു, ക്ഷമിച്ചു. തന്റെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈപിടിച്ചു. ഞാനുണ്ട് കൂടെ കൂടി. വലിയ പണക്കാരൻ, വലിയ കച്ചവടക്കാരൻ, കച്ചവടം ഇല്ലാണ്ടായി പോവോ? അതൊന്നും അബൂബക്കറിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. കാരണം അബൂബക്കർ സിദ്ദീഖാണ്. അബൂജഹൽ വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, നീ അറിഞ്ഞു നിന്റെ കൂട്ടുകാരൻ ഭ്രാന്ത് പറയുന്നുണ്ട്. എന്ത് പറഞ്ഞു? ഇന്നലെ രാത്രി ഇവിടെ നിന്ന് മസ്ജിദുൽ അഖ്സായിൽ പോയി, എന്നിട്ട് അവിടെ നിന്ന് 7 ആകാശത്തിന്റെ അപ്പുറത്തും പോയി, എന്നിട്ട് രാത്രി തന്നെ തിരിച്ചു വന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അബൂബക്കറെ? കളിയാക്കിയിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേ മുഹമ്മദ് പറഞ്ഞു. അബൂജഹൽ ആവേശത്തിലാണ്, പിന്മാറ്റാൻ. വല്ലാഹി ഞാൻ വിശ്വസിക്കുന്നു. വലൗ കാന അബ്അദ മിൻ, അതിന്റെ അപ്പുറത്തുള്ള കാര്യമാ പറഞ്ഞതെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറയൂല. സിദ്ദീഖ് എന്ന് പേര് കിട്ടിയ അന്ന സത്യസന്ധൻ, സത്യമാക്കിയ ആദ്യത്തെ വ്യക്തി. നമുക്കിപ്പോഴും സംശയം, റസൂലുള്ളാഹി ഹദീസ് കേൾക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുമോ? എന്നാൽ ശാസ്ത്രം ഇങ്ങനെയല്ലേ പറയുന്നത്? അല്ലെങ്കിൽ ഈ കാലത്ത് അതൊക്കെ നടപ്പിലാക്കാൻ പറ്റുമോ? പാഠങ്ങൾ ഒരുപാട് ഇനിയും മുമ്പത്ത് അറിയാനുണ്ട്. പിന്നെ വന്നത് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ. കുട്ടികളിൽ അലി ഇബ്നു അബീ ത്വാലിബ്. കാരണം മൂത്താപ്പന്റെ മരണത്തോടെ റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അലിയിനെ. വേറൊരാളുണ്ട് സെയ്ദ് ഇബ്നു ഹാരിസ. അതെന്നറിയോ? ഖദീജ ബീവിയുടെ വേലക്കാരൻ. കല്യാണം കഴിഞ്ഞപ്പം ഭർത്താവിന് വേണ്ടി ഭാര്യ സമ്മാനം കൊടുത്തു സെയ്ദിനെ. ഏത് മക്കത്തെ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ജീവിക്കുകയാണ്. സെയ്ദിന്റെ ബാപ്പ സെയ്ദിനെ കാണാതെ തന്റെ നാട്ടില് കരഞ്ഞിരിപ്പാണ്. സെയ്ദിന്റെ ഉമ്മ വീട്ടിന്റെ അടുക്കളയിൽ കാവ്യങ്ങൾ പറഞ്ഞ് വിരഹത്തിന്റെ കാവ്യങ്ങൾ പാടിയിരിപ്പാണ്. സെയ്ദിന്റെ ബാപ്പയും മണാപ്പയും ഒരുപാട് അന്വേഷിച്ച അവസാനം മക്കത്തെത്തിയപ്പോൾ സെയ്ദ് അവിടെയുണ്ട്. ഏതോ കൊള്ളക്കാര് ഗോത്രത്തെ കൊള്ളയടിച്ച് അടിമകളെ കൊണ്ടുവന്നപ്പോൾ അതിൽപ്പെട്ടതാണ് സെയ്ദ്. ഖദീജ ബീവിയുടെ ഭർത്താവ് വില കൊടുത്തു വാങ്ങി. അത് ഖദീജക്ക് ഹദിയ കൊടുത്തു. ഖദീജ ബീവി കല്യാണം കഴിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. ബാപ്പയും വളയപ്പയും റസൂലുള്ളാഹിന്റെ വീട്ടിലെത്തി. സെയ്ദിനെ വിട്ടു തരണം. അവന്റെ ഉമ്മ വലിയ പ്രയാസത്തിലാണ്, ഭയങ്കരമായ ദുഃഖത്തിലാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സെയ്ദിനോട് ചോദിച്ചു, ഹാരിസിന്റെ മകൻ സെയ്ദിനോട്, എൻ്റെ അടുത്ത് നിൽക്കണോ അല്ല ഉപ്പാന്റെ എളാപ്പാന്റെയും കൂടെ പോണോ? സെയ്ദ് വന്നു. റസൂലുള്ളാഹി ചോദിച്ചു, സെയ്ദ് ഇവരറിയോ? അറിയാം, ഇതെന്റെ ഉപ്പയും എൻ്റെ ഇളയപ്പയുമാണ്, എൻ്റെ ഉപ്പാൻ അനിയൻ. നിന്നെ കൂട്ടാൻ വന്നതാ. ഇഖ്തർനി, ഒന്നുകിൽ എന്നെ തിരഞ്ഞെടുത്തോ, നീ എൻ്റെ അടുത്ത് നിൽക്കാം.
അല്ലെങ്കിൽ നിന്റെ ഉപ്പാന്റെയും അളപ്പാന്റെയും കൂടെ നീ നാട്ടിലേക്ക് പോയിക്കോ. സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹ ചിന്തിച്ചിട്ടൊന്നുമില്ല. നബിയെ, ഞാൻ നിങ്ങൾ അന്ന് റസൂലുള്ളാഹി നബി ആയിട്ട് രൂപത്തിന് മുമ്പായി ഈ സംഭവം, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. ബാപ്പ ചോദിച്ചു, മോനെ നിന്റെ ബാപ്പ നിന്റെ ഉമ്മ? ഇല്ല ബാപ്പ, എനിക്ക് നിങ്ങളെക്കാളും ഇഷ്ടം മുഹമ്മദിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി ഉള്ളിൽ പോയിട്ട് പറഞ്ഞു, ഇനി മുതൽ സെയ്ദന്റെ മോനാണ്, സെയ്ദ് മുതൽ സെയ്ദന്റെ മോനാണ്. എന്റെ അനന്തരസുൽ സെയ്ദിനും കിട്ടും, സെയ്ദിന്റെ എനിക്കും കിട്ടും. പിന്നീട് റസൂലുള്ളാഹി തങ്ങളുടെ പേരിലാണ് സെയ്ദ് അറിയപ്പെട്ടത്, സെയ്ദ് ഇബ്നു മുഹമ്മദ്. പിന്നീട് അല്ലാഹു ആയത്തിറക്കി, സ്വന്തം ബാപ്പാന്റെ പേരിലേക്ക് ചേർത്ത് വിളിക്കാവൂ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇനി എന്നെ സെയ്ദിനെ എന്റെ പേരിൽ ചേർത്ത് വിളിക്കണ്ട, സെയ്ദ് ഇബ്നു ഹാരിസ എന്ന് വിളിച്ചാൽ മതി. അതാണ് ഈ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഇപ്പൊ ഉമ്മയുണ്ടെങ്കിലും ആരും മതി, അല്ലാഹുവിന്റെ റസൂൽ മതി. നമ്മൾ എവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മൾ എവിടെയുണ്ട്? നമ്മൾ മുഹബ്ബത്ത് പറയുന്നവരല്ലേ, പ്രസംഗിക്കുന്നവരല്ലേ, നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നവരല്ലേ? എവിടെയുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹുബ്ബിന്റെ മുമ്പില്, ഇഷ്ടത്തിന്റെ മുമ്പില്? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഈ പറയപ്പെട്ടവരും, പിന്നെ ബിലാൽ, അമ്മാർ, യാസിർ, സുമയ്യ, ഖബ്ബാബ്, മിസ്അബ്, സുഹൈബ് റൂമി, കുറെ പട്ടിണിപ്പാവങ്ങളും അതേപോലെ തന്നെ അടിമകളും ഒന്നുമില്ലാത്തവരും. ഇവർ അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റി ഇരിക്കുന്ന കാഴ്ച അബൂജഹൽ കാണും. അബൂജഹൽ അടുത്ത് വന്നിട്ട് പറയും, ഏ മുഹമ്മദ്, ഹാദിഹി ജുലസാഉക്, ഇതാണോ നിന്റെ കൂട്ടാളികൾ? ഇവരാ നിന്റെ ആൾക്കാർ, നിന്റെ പട്ടാളം ഇവരാ? കളിയാക്കിയിട്ട് പോകും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ സമാധാനിപ്പിക്കും. ഇൻ തസ്ഖറു മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ. ഇപ്പൊ നിങ്ങൾ കളിയാക്കല്ലേ, ഒരു ദിവസം വരും നിങ്ങൾ നമ്മളെ കളിയാക്കിയതുപോലെ തിരിച്ച് നിങ്ങളും കളിയാക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനും അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് ജീവിക്കാനും നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാനും നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് പരിചയപ്പെടുത്തി തന്നൊരു ആയുധമുണ്ട്. ഒരുപക്ഷെ വർത്തമാന കാലത്ത് മുസ്ലിം ഉമ്മത്ത് നഷ്ടപ്പെടുത്തിയ, നശിപ്പിച്ചു കളഞ്ഞ മൂർച്ചയേറിയ ആയുധം. തങ്ങൾ പറഞ്ഞു, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. സത്യവിശ്വാസിയുടെ ആയുധം ദുആയാണ്, പ്രാർത്ഥനയാണ്, അള്ളാഹുവിനോട് ചോദിക്കലാണ്. എന്ത് വിഷയങ്ങളിലും ഏത് കാര്യങ്ങളിലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഉടമസ്ഥന്റെ ദർബാറിലേക്ക് യാചിച്ചുകൊണ്ട് കൈനീട്ടുന്ന അടിമയുടെ കൈകളെ ഉത്തരം കൊടുക്കാതെ തിരിച്ചയക്കുന്നതിൽ അല്ലാഹു യസ്തഹി, അല്ലാഹ്ക്ക് നാണമാണ്. എൻ്റെ അടിമ എന്നോട് ചോദിച്ചിട്ട് കൊടുക്കാണ്ടിരുന്നാൽ, കാരണം അല്ലാഹു അസീസ, അല്ലാഹു അസീസ, മാന്യരിൽ മാന്യൻ. ഒരു മാന്യനായ മനുഷ്യന്റെ അടുത്ത് പോയിട്ടൊരു യാചകൻ പൈസ ചോദിച്ചാൽ ഓൻ കൊടുക്കാതിരിക്കൽ നാണക്കേടാണ്. കൊടുക്കാതിരിക്കൽ ഓന് സ്വന്തത്തെ പറ്റി തന്നെ നാണക്കേടാകും. എങ്കിൽ അല്ലാഹു അസീസായ റബ്ബ് ഒന്നിനും കൊള്ളാത്ത എന്നെയും നിങ്ങളെയും പോലുള്ള അടിമകളെ യാചിക്കുമ്പോൾ ഓൻ തരാതിരുന്നാൽ ഇല്ല. ദുആ ഒരു ഇബാദത്താണ്. മുസ്ലിമീങ്ങൾ അതിനു വേണ്ടി സമയം കണ്ടെത്തണം. ഒട്ടുപൻ വിഷയങ്ങളിലും അടുക്കള തൊട്ട് അന്താരാഷ്ട്രം വരെ ഉടമസ്ഥനായ റബ്ബിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ബാത്തിലുകൾ വടവൃക്ഷം പോലെയാണ്, ബാത്തിലുകൾ വടവൃക്ഷം പോലെയാണ്. ഒരുത്തനും കുളിക്കാൻ പറ്റൂല. കൊടുങ്കാറ്റ് വന്നാലും ചിലപ്പോൾ അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ ഒരു ദിവസം അത് കടപുഴകി വീഴും, പിന്നെഴുന്നേറ്റിരിക്കൂല. വിശ്വാസി അങ്ങനല്ല.
ചെറിയ ചെടി പോലെയാണ്, നെല്ലിൻ്റെ ഒക്കെ ചെടി പോലെ. ഇപ്പുറത്തുനിന്ന് കാറ്റ് വരുമ്പോൾ അങ്ങോട്ട് പോകും, പക്ഷെ പോവില്ല, പിന്നെ നേരെ വരും. 4 ഭാഗത്തുനിന്ന് കാറ്റടിക്കുമ്പോഴും ചാലും ചെരിഞ്ഞും കളിക്കുമെന്നല്ലാതെ വീഴൂല, നേരെ നിന്നോളൂ. പക്ഷെ 4 ഭാഗത്തു നിന്നും ഈ പ്രയാസങ്ങൾ വരുമ്പോൾ തടയിടാൻ മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിൽ ഉള്ള ആയുധം ദുആയ. നമ്മൾ വിട്ടുകളയ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ, സഹാബാക്കൾ, ഈ ഉമ്മത്തിന്റെ മാതൃക, നക്ഷത്രങ്ങൾ, അവരെ സംബന്ധിച്ചുള്ള താരീഖ് എന്താ? പാതിരാത്രിയിൽ അവരുടെ വീടുകളിൽ നിന്ന് ചീനച്ചട്ടി തിളക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ആ സമയത്ത് പാചകം ചെയ്യുന്ന ശബ്ദമല്ല, ഉടമസ്ഥന്റെ മുമ്പിൽ ഏങ്ങിക്കരയുന്ന ശബ്ദം. കുറഞ്ഞുപോയി. പൊന്നു മുമ്പിനിങ്ങളെ, ഒരു ദിവസം ഇത്ര സമയം ദുആക്ക് വേണ്ടി തയ്യാറാക്കി വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ദുആന്റെ വാക്കുകൾ നമ്മൾ പഠിക്കണം. എന്തുകൊണ്ടാണ്? നമ്മൾ 1000 വാക്കുകൊണ്ട് പറയുന്ന ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒറ്റ വാക്ക് മതി. നമ്മൾ 1 കോടി വാക്ക് പറയുന്നതും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു വാക്കും വളരെ വ്യത്യാസമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തായ ദുആകൾ നമ്മൾ പഠിച്ചു വെക്കണം. എന്നിട്ട് പാതിരാത്രിയിൽ കയ്യിൽ നീട്ടി അള്ളാഹിന്റെ മുമ്പിൽ പറയണം, ഉദ്ഉനി അസ്തജിബ് ലക്കും. അല്ലാഹു പറഞ്ഞതാ, എന്നോട് ചോദിക്കും, ഞാൻ തരും. ചോദിക്കാൻ തയ്യാറാവുന്നില്ല. ഒരു കവി പറഞ്ഞ പോലെ, അള്ളാഹു മനുഷ്യന്മാരെ, ബനു ആദം, ആദമിന്റെ മക്കൾ, അവനോട് ചോദ്യം കൂടുന്തോറും ദേഷ്യം പിടിക്കും. പക്ഷെ അള്ളാഹുവോ, അള്ളാഹു യഗ്ദബു ഇൻ തറക്ത സുആലഹു. അള്ളാഹ്ക്ക് ദേഷ്യം പിടിക്കലപ്പോഴാ നീ അവനോടുള്ള ചോദ്യം ഉപേക്ഷിക്കുമ്പോഴാണ്. അള്ളാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾ അള്ളാഹിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഞാൻ ഓർമ്മയിലുണ്ട്. എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ മാത്രം കൈ നീട്ടുമ്പോൾ പരിഗണിച്ചു എന്ന് വരൂല ചിലപ്പോ. അതേസമയത്ത് നന്മയിലും ഷർറിലും എന്തുണ്ടായാലും സദാസമയം കൈ നീട്ടുന്ന കയ്യാൻ, കൈ നീട്ടിയ ഉടൻ അള്ളാഹ്ക്ക് പരിചയപ്പെട്ട കയ്യാൻ തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പ്രേരിപ്പിച്ചു ദുആ ചെയ്യാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ വിഷയങ്ങളിലും ദുആ ചെയ്യണം. ഒരുപാട് രോഗികളുണ്ട് സമുദായത്തിൽ. മാരകമായ രോഗം ബാധിച്ചവർ, പേരറിയാത്ത രോഗം ബാധിച്ചവർ, സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും പ്രയാസപ്പെടുന്നവർ, തകർന്നു പോയവർ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. കടബാധ്യതയുള്ളവരുണ്ട്, മാനസിക പ്രശ്നങ്ങളുള്ളവരുണ്ട്, കുടുംബ പ്രശ്നങ്ങളുള്ളവരുണ്ട്, ഫിത്നകളിലും ബലായിലും പെട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ദുആയിൽ എല്ലാവരെയും ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പാവങ്ങളെയെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടകാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമാക്കി തീർക്കാൻ പരിശ്രമിക്കുന്ന നല്ലവരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ. രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫാവും സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, ബലാ മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിനെതിരെ വരുന്ന ബലായിനെ, മുസീബത്തിനെ, ശത്രുതയെ ഇല്ലായ്മ ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് വഴികൾ തുറന്ന്, സഹായത്തിൻ്റെ വഴികൾ തുറന്ന് വിജയം കാണിച്ച് നാം ഏവരെയും ആനന്ദിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പള്ളികളെ, നമ്മുടെ മദ്രസകളെ, നമ്മുടെ സ്ഥാപനങ്ങളെ ഫിത്നക്കാരുടെ ഫിത്നയിൽ നിന്ന്, അസൂയാലുക്കളുടെ അസൂയകളിൽ നിന്ന്, ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. എല്ലാത്തിനെയും നമ്മളെ തൊട്ടകറ്റി നാം ഏതൊരു ലക്ഷ്യത്തിലാണോ പള്ളികൾ പണിയുന്നത്, സ്ഥാപനങ്ങൾ പണിയുന്നത്, മക്കളെ കൊണ്ടുവരുന്നത്, അവർക്ക് പിറകിൽ നാം അധ്വാനിക്കുന്നത്, ആ നീയത്തിനെ അള്ളാഹു കബൂൽ ചെയ്ത് ഒരു വൻ വിജയം കാണിച്ച് അള്ളാഹു ദുനിയാവിൽ നമ്മളെ സന്തോഷിപ്പിക്കട്ടെ. പകരം നാളെ ആഖിറത്തിൽ അള്ളാഹു വാരി കോരി തന്ന് സുഖങ്ങൾ അനുഭവിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم.